KCYM എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു ധാരാളമായി ഒരു യുവത്വത്തിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്. അതുപോലെ തന്നെ കാറ്റീസം എല്ലാം പള്ളിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷവും പള്ളിയുമായും സഭയുമായുള്ളൊരു സേവനമാണ് KCYM. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, KCYMൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത് തുറന്നു പറയാനുള്ള അവസരം നമുക്ക് ഈ സദസ്സിലുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് ഏറ്റവും കൂടുതൽ ഫ്രീഡത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും എന്നെ ഇത്രയും പ്രാപ്തിയാക്കിയതും ഞാൻ KCYM എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ വൈസ് പ്രസിഡൻ്റാണ്. എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചതും നമ്മുടെ രൂപതയിലെ അംഗങ്ങളാണ്. എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ വേദികളിലും നമുക്ക് എന്തും സംസാരിക്കാം എന്നുള്ള ഒരു ഫ്രീഡം കിട്ടും. അതുപോലെ തന്നെ കൂട്ടായ്മകളുണ്ട്, അമ്മമാരുടെ കൂട്ടായ്മകളുണ്ട്, അതുപോലെ തന്നെ യുവജനങ്ങളുടെ കൂട്ടായ്മകളുണ്ട്, ഒരുപാട് കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകൾ വഴി നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റും. ഇതിനൊക്കെ ഒരു വഴിയൊരുക്കിയത് രൂപതയാണ്. നമ്മുടെ പ്രായം എന്ന് പറഞ്ഞാൽ യുവജനങ്ങളുടെ പ്രായം അല്ലെങ്കിൽ യുവാക്കളുടെ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇതിലുള്ള പ്രായമാണ് നമ്മുടെ. പക്ഷെ എന്നാൽ നമുക്കതിന് അധികം അവസരങ്ങൾ കിട്ടാറില്ല. പക്ഷേ നമ്മുടെ ഈ അതിരൂപതയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും അത് കേൾക്കാനും ഉള്ള വേദികളുണ്ട്. അപ്പോൾ അത് നമ്മുടെ അതിരൂപതയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതെനിക്ക് യുവജന സമൂഹത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. ഈ അതിരൂപതയിലെ പ്രശ്നങ്ങളുമായി നോക്കിക്കാണുമ്പോൾ ഒരു യുവജന കൂട്ടായ്മ കൊണ്ടുവരുവാനും അതുവഴി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കുർബാന വിഷയം പോലുള്ള പ്രശ്നങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനും എല്ലാം ഈ ഒരു യുവജന സംഗമം കൊണ്ട് നമുക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. ഇന്നത്തെ മൊത്തം പരിപാടികൾ അത്യാവശ്യം നല്ല പരിപാടികളായിരുന്നു. പിള്ളേരുടെ എണ്ണം കുറവായാലും നല്ല രീതിയിൽ തന്നെ പരിപാടി മുന്നോട്ട് പോയി. ഇന്ന് നമ്മുടെ നോർത്ത് സോണിന്റെ നേതൃത്വത്തിൽ യുവജന സംഗമം തുറവൂര് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ